ഹലോ കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മലയാളികളുടെ സ്വന്തം പൊറാട്ടയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇതുണ്ടാക്കുന്നത് എൻ്റെ അമ്മയാണ്. അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു കിലോ മൈദയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു കിലോ മൈദ കൊണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു 24 പൊറോട്ടയൊക്കെ നമുക്ക് കിട്ടും. ഇതിലേക്ക് ഒരു കോഴിമുട്ട ഉടച്ച് ചേർക്കണം. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാരയും ഉപ്പ് ആവശ്യത്തിനും ചേർത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായി കുഴയ്ക്കണം. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, മാവ് അധികം ലൂസായി പോവരുത്. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ഒരു പരുവമാണ് വേണ്ടത്. ഇനി ഒരു വൃത്തിയുള്ള കോട്ടൺ തുണി കൊണ്ട് ഈ കുഴച്ചു വെച്ച മാവ് ഒരു മണിക്കൂർ നമുക്ക് മൂടി വെക്കണം. ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. മാവ് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ ഇതുപോലെ കുഴച്ച് ഓരോരോ ബോൾസ് ആക്കി വെക്കണം. ഓയിൽ എല്ലാ ബോൾസിലും ഒന്ന് തടവി കൊടുക്കണം. ഇനി ഓരോ ബോളും എടുത്ത് ഇതുപോലെ പരത്തുക. പിന്നെ നന്നായി 2 കൈയും ഉപയോഗിച്ച് വീശിയെടുക്കണം. നമുക്ക് നല്ല ലെയറുള്ള പൊറോട്ട കിട്ടണമെങ്കിൽ നന്നായി തന്നെ വീശണം. വീശിയതിന് ശേഷം ഇതുപോലെ വീണ്ടും ചുരുട്ടി വെക്കണം. അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്യാം.
ഇന്ന് ഞാനിവിടെ 2 തരം പൊറോട്ട നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അമ്മ ഇവിടെ സിലോൺ പൊറോട്ട കൂടി ഉണ്ടാക്കുന്നുണ്ട്. അത് ഉണ്ടാക്കാൻ സാധാരണ പൊറോട്ടയേക്കാൾ ഈസിയാണ്. ഇതുപോലെ ഓരോ ബോളും വീശിയ ശേഷം ഇങ്ങനെ 4 ഭാഗവും മടക്കണം. ഇത് നേരെ പാനിലിട്ട് ചുട്ടെടുക്കുകയേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സിലോൺ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അത് ഇതുപോലെ ചൂടോടെ തന്നെ കൈകൊണ്ട് അടിച്ചതിന് ശേഷം കാസറോളിലേക്ക് മാറ്റാം. ഇനി സാധാരണ പൊറോട്ട ഉണ്ടാക്കിയെടുക്കുന്നതിന് നമ്മൾ റോൾ ചെയ്തു വെച്ചത് ഒന്നുകൂടെ വട്ടത്തിൽ കൈകൊണ്ട് പരത്തി കൊടുക്കണം. എന്നിട്ട് ഡാൽഡ ഉപയോഗിച്ച് പാനിൽ ചുട്ടെടുക്കണം. അതിനുശേഷം നന്നായി അടിച്ച് പദം വരുത്തുക. അപ്പം നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചിക്കൻ കറിയും കൂട്ടി കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ടും വരാം. ബൈ.